കണ്ണൂർ കായലോട് സ്വദേശി റസീനയുടെ ആത്മഹത്യയിൽ സദാചാര പോലീസിംഗ് നടന്നിട്ടില്ല എന്ന കുടുംബത്തിന്റെ വാദം തള്ളി പോലീസ്. പ്രതികൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജു പറഞ്ഞു. റസീനയുടെ സുഹൃത്ത് റഹീസിനെ ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ റോള് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അന്നേ ദിവസം ഈ 3 പേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസുണ്ട്. റഹീസിനെ കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളിൽ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ്. സുഹൃത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത് ഈ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം നമ്മൾ കണ്ടിട്ടില്ല. അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ എടുത്തിരിക്കുന്ന നടപടിക്ക് ഉപോത്പാദകമായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും കൂടെ പോലീസ് പരിശോധിക്കും. ആൺസുഹൃത്ത് കാരണമാണ് റസീന ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇന്ന് ഈ യുവതിയുടെ മാതാവ് പ്രതികരിച്ചിരുന്നു. അതിൽ പോലീസിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മാതാവിന്റെ പ്രതികരണത്തിലേക്ക്. അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അപ്പം അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ കുടുക്കിയിരിക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം. ഇപ്പം അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ. നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് എല്ലൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിന് കൂടുതൽ എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇത് ഈ റസീന ഒരു 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് മരണത്തിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ ഈ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെക്കുറിച്ചടക്കം പരാമർശമുണ്ട്. അവർക്കെതിരെ അടക്കം പരാമർശമുണ്ട്. ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി എന്നുള്ള കാര്യം വളരെ വിശദമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. പോലീസിന് അത് ലഭ്യമായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇതിൽ കൃത്യമായ തെളിവുകൾ ലഭ്യമായി കഴിഞ്ഞു എന്ന് വിശദീകരിക്കുന്നത്. അതിനിടയിൽ കുടുംബം ഇങ്ങനെ ഇവരങ്ങനെ ഒരു പരസ്യമായി അപമാനിക്കുന്ന തരത്തിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് അരുൺ പൂപ്പറമ്പ്? റീജിത്ത്, കുടുംബത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതായത് മരിച്ച റസീനയുടെ മാതാവ് തന്നെയാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. നിലവിൽ SDP പ്രവർത്തകരായിട്ടുള്ള 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരിട്ട് ഈ കേസിൽ അവർക്ക് ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ സദാചാര ആക്രമണം നടത്തിയത് ഇവരുടെ നേതൃത്വത്തിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയതോടെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് കമ്മീഷണർ വിശദീകരിക്കുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള തെളിവ് ഈ റസീന എഴുതിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പാണ്. 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരുകൾ ഉൾപ്പെടെ പരാമർശിക്കുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെ തനിക്കുണ്ടായ മനോവിഷമം, അങ്ങനെ അവർ ഭീഷണിപ്പെടുത്തി അവഹേളിച്ചു, പിന്നീട് മർദ്ദനമുണ്ടായി, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തുടർന്നും ജീവിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇനി മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്നതാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് എന്നതാണ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പക്ഷേ കുടുംബം പറയുന്നത് അവർ യഥാർത്ഥ പ്രതികളല്ല, അവർ തങ്ങളുടെ ബന്ധുക്കളാണ്, യുവതിയുടെ ബന്ധുക്കളാണ്. ഈ ആൺസുഹൃത്തുമായി ഇങ്ങനെ കണ്ട സാഹചര്യത്തിൽ അത് ചോദിക്കുകയായിരുന്നു, അവരുടെ നല്ലതിനു വേണ്ടി ചോദിക്കുകയായിരുന്നു എന്നാണ് മാതാവ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ മരണത്തിനിടയാക്കിയത്, ഈ ആത്മഹത്യക്ക് കാരണമായത്
ഈ സുഹൃത്താണ്, മയിൽ സ്വദേശിയായിട്ടുള്ള ഈ സുഹൃത്താണ്, റഹീസ് എന്ന് പറയുന്ന സുഹൃത്താണ്. അവർ തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നു, ശാരീരികമായി ചൂഷണം ചെയ്തിരുന്നു, സ്വർണം തട്ടിയെടുത്തിരുന്നു എന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അവർ തലശ്ശേരി ACPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുള്ള ആ രീതിയിലുള്ള അന്വേഷണം ഈ ആത്മഹത്യാക്കുറിപ്പ് പശ്ചാത്തലമാക്കി അല്ലാതെ ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും നടത്തണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസ് എന്തായാലും കൃത്യമായി പറയുന്നത് അത് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി അന്വേഷണ പരിധിയിൽ എത്തിക്കും, ആ കുടുംബത്തിൻ്റെ ആ കാര്യങ്ങൾ അവർ പരിശോധിക്കും, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. പക്ഷേ ഇതിൽ കൃത്യമായ ക്രൈം നടന്നിട്ടുണ്ട്, മോറൽ പോലീസിംഗ് നടന്നിട്ടുണ്ട്, അതിനെല്ലാ തെളിവുകളുമുണ്ട്. അത് ആത്മഹത്യാക്കുറിപ്പ് മാത്രമല്ല, ഈ ദൃക്സാക്ഷികളായി ബന്ധപ്പെട്ട ചില മൊഴികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടില്ല. അതോടൊപ്പം ഇവർ ഈ റസീനെ അവിടെ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിൽ ഈ പിടിയിലായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള 3 പേർ മാത്രമല്ല, ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒപ്പം തന്നെ ഈ ആൺ സുഹൃത്തിനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? അരുൺ പൂപ്പറമ്പ. ശ്രീജിത്ത്, അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 3 പേർ മാത്രമല്ല എന്ന് പോലീസ് ഇതിനകം തന്നെ അത് സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. അത് കാരണം പോലീസിന് അങ്ങനെ ഒരു വിവരം ലഭിച്ചത് ഇവരുടെ ഫോണുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ആ ഫോണിൽ ഇവർ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ പേരെ അങ്ങോട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അതോടൊപ്പം തന്നെ ഫോൺ വിളിച്ചും അങ്ങോട്ട് വരുത്തുന്നുണ്ട്. അതിനുശേഷമാണ് റസീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അതിനിടെ തന്നെ ഈ അപമാനവും അവഹേളനവും റസീന നേരിട്ടിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. റസീനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ സുഹൃത്തിനെ, മയിൽ സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനെ തൊട്ടടുത്തുള്ള മൈതാനത്ത് കൊണ്ടുപോകുന്നു. അവിടെ ആൾക്കൂട്ടമാണ് മർദ്ദിക്കുന്നത്. ഇവർ ഈ 3 പേർ മാത്രമല്ല, അതിൽ കൂടുതൽ പേരുണ്ട്, അവരാണ് മർദ്ദിക്കുന്നത്. അതിനുശേഷം മൊബൈൽ ഫോണും ഈ യുവാവിൻ്റെ കാറിലുണ്ടായിരുന്ന ഒരു ടാബും ഇവർ കൈക്കലാക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ഒരു ഓഫീസിൽ, STPയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അവിടെയും വിചാരണ നടന്നു എന്ന പരാതി ഉൾപ്പെടെയുണ്ട്. ആ കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നു. ആ ഓഫീസിലെത്തിച്ച് എന്താണ് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നു. കൂടുതൽ അറസ്റ്റ് എന്തായാലും ഉണ്ടാവും എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സൂചന നൽകിയിട്ടുണ്ട്.